ഞാൻ അജിത് കുമാർ, തൃക്കാക്കര സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഫസറാണ്. എനിക്കൊരു കഥ പറയാനുണ്ട്. സോറി, കഥയല്ല, ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്. 2009 മാർച്ചിൽ നടന്നത്. ഇതിലെ മുഖ്യ കഥാപാത്രം എൻ്റെ അച്ഛനാണ്. റിട്ടയർഡ് മുൻസിഫ് CS ഗോവിന്ദപിള്ള, കുട്ടനാട്ടുകാരനായ 78 വയസ്സുകാരനായ എൻ്റെ അച്ഛൻ. ഈ സംഭവം നടക്കുന്നത് ബാംഗ്ലൂരാണ്. എൻ്റെ അനിയൻ്റെ പുതിയ ഫ്ലാറ്റിൻ്റെ പാലുകാച്ചിന് പോയതാണ് അച്ഛനും അമ്മയും. അച്ഛൻ്റെ ശിഥിലമായ ഓർമ്മകളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയ സംഭവങ്ങൾ ഇങ്ങനെയാണ്. അതെ, ഞാനൊന്ന് മെഡിക്കൽ ഷോപ്പ് വരെ പോയിട്ട് വരാം. നീ ആ വീടിന്റെ അഡ്വാൻസിന്റെ ബാക്കി മേടിച്ചോ? അതേ, പിന്നെ വാങ്ങിച്ചോളാം അച്ഛാ. അതീ പറച്ചിലേ ഉണ്ടാവുള്ളൂ. 4000 ഉറുപ്പ്യ എന്താ അത്ര നിസ്സാരാണോ? മുൻപ് വാടകയ്ക്ക് താമസിച്ച JP നഗറിലെ ഫ്ലാറ്റിന്റെ ഉടമ അഡ്വാൻസിന്റെ ബാക്കി കുറച്ച് നൽകാനുണ്ടായിരുന്നു. അനിയനത് വാങ്ങാൻ അത്ര ഉത്സാഹം കാണിക്കുന്നില്ല എന്നത് നാട്ടപ്പുറത്തുകാരനായ അച്ഛനെ അലട്ടിയിട്ടുണ്ടാവണം. മരുന്ന് വാങ്ങിക്കഴിഞ്ഞ് അഡ്വാൻസിന്റെ ബാക്കി വാങ്ങി വരാമെന്ന് അച്ഛൻ തീരുമാനിച്ചു. മറ്റു പല പഴയ തലമുറയിലെ ആളുകളെയും പോലെ അച്ഛനും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ഈ നഗരം ഒരു മഹാസാഗരമാണെന്ന് അച്ഛനപ്പോൾ ഓർത്തു ആവും. JP നഗറിലെ 7th ഫേസിലെത്താൻ ഓട്ടോയിൽ കയറിയ അച്ഛനെ നിർഭാഗ്യവശാൽ ഓട്ടോക്കാരൻ കൊണ്ടെത്തിച്ചത് വേറെ ഏതോ ഒരു ഫേസിലായിരുന്നു. അച്ഛന് വഴി തെറ്റുകയായിരുന്നു. അയ്യോ, എന്റെ പൈസ! അയ്യോ, അച്ഛൻ പോയിട്ട് വന്നില്ലേ? വനശങ്കരി ബസ് എവിടുന്നാ കിട്ടുക? വനശങ്കരി ബസ് സ്റ്റോപ്പ് എവിടെയാ? ಬನಶಂಕರಿನ ತುಂಬಾ ದೂರ ಅದು. ಈಗ ಒಂದು ಕೆಲಸ ಮಾಡಿ, ರೈಟ್ಗೆ ಹೋಗ್ಬಿಟ್ಟು ನೀವು ತಿರ್ಗಾ ಅಲ್ಲಿಂದ ಲೆಫ್ಟ್ಗೆ ಹೋಗಿ. ಅಲ್ಲೊಂದು ಪಾರ್ಕ್ ಸಿಗ್ತದೆ. ಪಾರ್ಕಿಂದ ಲೆಫ್ಟ್ ಕಟ್ ಮಾಡಿದ್ರೆ ಅಲ್ಲಿ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಸಿಗ್ತದೆ. ಅಲ್ಲಿಂದ ಬಸ್ ಬಂದು ನೀವು ಹತ್ತಿರ ಹೋಗ್ಬೋದು. ಹಾಂ, ಓಕೆ. അതല്ല അമ്മ പ്രശ്നം. അച്ഛന് ഫോൺ നമ്പറൊന്നും തീരെ ഓർമ്മയില്ല. കേൾവിയാണെങ്കിൽ വളരെ മോശമാണ്. അച്ഛൻ്റെ കയ്യിൽ അധികം പൈസ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാ. ആ ഇല്ല, അത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. സുരേഷ്, yes sir, please. അഡ്വാൻസ് തിരിച്ചു മേടിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? സുരേഷ് വാങ്ങിക്കൊള്ളുമല്ലോ. തലപിടി പോലെയാണോ ഈ സ്ഥലം? ഈശ്വര, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ
ഇല്ല, ഞാൻ JP നഗറിലെ ശർമാജിയുടെ കൂടെ ഒരു പോയിട്ട് വന്നാ. ഇല്ല, അവിടെ ചെന്നിട്ടില്ല പുള്ളി. എന്തായാലും എൻ്റെ നമ്പർ ഓർമ്മിച്ചിരിക്കാൻ വഴിയില്ല അച്ഛൻ. ചേട്ടൻ നമ്പറിൽ എന്തായാലും വിളിക്കും. ശരി ഏട്ടാ, ശരി. അച്ഛൻ്റെ മനസ്സിൽ അശുഭചിന്തകളുടെ ഒരു വേലിയേറ്റം തന്നെ നടന്നിട്ടുണ്ടാവും. ബനശങ്കേരിയിലെ മകന്റെ വീട് തേടിയുള്ള യാത്ര അച്ഛനെ കൂടുതൽ കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോയി. അറിയാതെ അച്ഛൻ നഗരത്തിൽ നിന്ന് അകലുകയായിരുന്നു. രണ്ടാം ദിവസമായപ്പോഴേക്കും അനിയൻ വല്ലാതെ പരിഭ്രമിച്ചു. ഒഫീഷ്യൽ കാരണങ്ങളാൽ വിദേശത്തായിരുന്ന എന്നെ അവൻ നിരന്തരം ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. അവൻ നഗരമാകെ അലഞ്ഞു. ആശുപത്രിയിൽ, ടക്കേഴ്സ് കോളനിയിൽ, പോലീസ് സ്റ്റേഷനിൽ. രണ്ടാം ദിവസം രാത്രി അച്ഛൻ എത്തിപ്പെട്ടത് ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 25 കിലോമീറ്ററോളം അകലെയുള്ള ജിഗിനിയിലാണ്. അച്ഛൻ കയറിയ ഏതോ വണ്ടിയുടെ അവസാന സ്റ്റോപ്പ്. ഈ വാച്ച് ഒന്ന് വിറ്റ് തരാമോ? കുറച്ച് പൈസക്ക. നാട്ടിൽ പോവാനാ, കുറച്ച് പൈസ. ഗോവിന്ദപിള്ളയാണോ? CS ഗോവിന്ദപിള്ള? ആ അതെ അതെ. സുരേഷ് എന്റെ മോനാ, എന്റെ മോൻ. ഒരു പത്രക്കുറിപ്പിലൂടെ നഗരത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമായിരുന്ന അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി.